നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടൊരു അരിപ്പുട്ട് തയ്യാറാക്കിയാലോ. ഞാൻ അതിനായിട്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 കപ്പിന് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നല്ല തരിതരിയായിട്ട് വരണം. അതാണ് നമ്മുടെ പുട്ടുപൊടിയുടെ ഒരു കറക്റ്റ് അളവ് വരുന്നത്. ഇനി നമുക്കിത് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പുട്ട് അല്ലേ. ഇപ്പോൾ കടലക്കറിയുടെ കൂടെയോ അല്ല മുട്ടയുടെ കൂടെ അല്ല പഴം പപ്പടം ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും. കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലേശം പഞ്ചസാര ചേർത്ത് കഴിച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.